എന്തല്ല സുഖമായിരിക്കുന്നു എല്ലാവരും. ഞാനിന്ന് പുതിയൊരു വിശേഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. എന്താണെന്നല്ലേ, പിന്നെ നമ്മൾ രാത്രിയിലെല്ലാം കൂടുതൽ പേരും ഇപ്പോൾ ഒന്നും പറയണ്ട, എല്ലാവരും ഒട്ടുമിക്ക ആളുകളും രാത്രിയിലായിക്കഴിഞ്ഞാലും ഫുൾ ടൈം ഈ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലേ. കുറച്ചൊന്ന് ഒരു 40+ ഒന്നും ആവണ്ട, 30 എല്ലാം ആയാൽ മതി. അപ്പോഴത്തേക്കിനെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പെല്ലാം വരും. എൻ്റെ അത്രക്കായിരം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് എന്ന രീതിയിൽ അതും പറഞ്ഞു തരാം. പിന്നെ നമ്മൾ രാത്രിയിൽ ഈ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കണ്ണിനെ അത്രയധികം ബാധിക്കും കേട്ടോ. അതിൻ്റെ എഫക്റ്റ് അത്രയും ബാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും, എന്നാലും തെറ്റാണെന്ന് അറിഞ്ഞാൽ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറച്ച് ദിവസം കഴിയും തോറും നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരും, ചുറ്റിനും കറുപ്പ് വരും. നമുക്ക് കണ്ണിനൊരു മങ്ങൽ പോലെ ഫീൽ ചെയ്യും. എനിക്കൊക്കെ ഉണ്ടായിരുന്നു, അനുഭവം ഉള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കണ്ണിനിങ്ങനെ നിങ്ങൾക്ക് അറിയാം, ചില ലൈവൊക്കെ എൻ്റെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നോട് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എന്താ കണ്ണ് കാണുന്നില്ലേ എന്നല്ല. കണ്ണെല്ലാം കാണും, പക്ഷേ ഒരു മങ്ങിൻ്റെ തൊട്ടുണ്ടാവും. ഞാനൊക്കെ രാത്രി നോക്കണ്ട, ഫുൾ ടൈം ഞാനൊരു യൂട്യൂബർ അതിനെ കൊണ്ട് ഇങ്ങനെ മൊബൈൽ യൂസ് ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ട് കിട്ടുന്ന പണികളാണ്. അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ ചിലപ്പം എഴുത്തെല്ലാം ഇങ്ങനെ ഒരു മങ്ങിയ പോലെ കാണും. അപ്പം നിങ്ങൾ വിചാരിക്കും വയസ്സായില്ല, അതുകൊണ്ടാണ്. വയസ്സായി, എന്നാലും ഞാൻ പറയട്ടെ, കുറച്ചൊരു ടിപ്സൊക്കെ നമ്മൾ നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ, കുക്കുംബർ എല്ലാവരും വെക്കുന്നുണ്ടാവും അല്ലേ, വട്ടത്തിലരിഞ്ഞിട്ട് വെക്കലില്ലേ. പക്ഷേ അതല്ലാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള നമ്മളെന്താ പറയുക, അതിൻ്റെ ആ ഒരു കുരു, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ചോറ് എന്നൊക്കെ പറയും നമ്മൾ. ആ വട്ടത്തിലുള്ള ഒരു അടങ്ങിയിട്ടുള്ള കുരു എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം റൗണ്ട് ചെയ്തെടുക്കുക. അതേപോലെ വെള്ളേരിൻ്റെതും നിങ്ങൾ അതേപോലെ അങ്ങ് എടുക്കുക കേട്ടോ. വെള്ളരി വാങ്ങിയിട്ട്, വെള്ളരിയാണ് ബെസ്റ്റ് കുക്കുംബറിനേക്കാളും. അത് വട്ടത്തിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അതിൻ്റെ ആ ഒരു കുരുവിൻ്റെ ആ ഒരു ചോറ് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, കുരു അടങ്ങിയിട്ടുള്ള കുരു ഒന്നും കളയാണ്ട് ആ ചോറിൻ്റെ ഭാഗം തന്നെ എടുത്തിട്ട് വട്ടത്തിൽ മാത്രം എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മേലേൽ അത് വെച്ചിട്ട്, ഒന്നുകിൽ അത് ഫസ്റ്റിൽ കുറച്ച് പൊടിയുപ്പ് അതിൻ്റെ മേലേൽ ഒന്നിങ്ങനെ പാറ്റി കൊടുക്കുക. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട്, ഉപ്പ് ഉള്ള ഭാഗം നമ്മളെ കണ്ണിൻ്റെ അവിടെ വെക്കരുത് കേട്ടോ, ഒരിക്കലും അങ്ങനെ വെക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, അടിഭാഗം മേലെ ഭാഗം അങ്ങനെ ഉപ്പ് കുറച്ചൊന്ന് ഇതാക്കിയിട്ട് പരത്തി കൊടുത്തിട്ട്, മേലെ ഭാഗം കൂടുതൽ ഉപ്പ് ആക്കരുത്, അടിഭാഗം മേലെ ഭാഗം അത് പുറത്തോട്ടാക്കുക, ഉപ്പുള്ള ഭാഗം പുറത്തോട്ടാക്കുക. അടിഭാഗം നമ്മളെ കണ്ണിന് ആക്കിയിട്ട് ഇങ്ങനെ മലന്ന് കിടന്നിട്ട് ഒരു 10-20 മിനിറ്റോ മണിക്കൂറൊക്കെ നിങ്ങൾ ഇരുന്നാൽ അത്രയും നല്ലതാണ്. അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ. കണ്ണിന് നല്ല കുളിർമ ഉണ്ടാവും. എൻ്റെ കണ്ണ് കണ്ടിട്ട് പേടിക്കണ്ട. പിന്നെ കണ്ണിന് ആ ഒരു കനം പോലെയൊക്കെ ഫീൽ ചെയ്യും. എനിക്ക് വന്നിട്ടുള്ള കാര്യം കേട്ടോ, ഒരു കനം പോലെയൊക്കെ ഫീൽ ചെയ്യും. അതേപോലെ നമ്മൾക്ക് നമ്മുടെ കണ്ണിൻ്റെ മേലത്തെ പോള ഉണ്ടല്ലോ, ഈ കൺപോളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉറക്ക് തൂക്കുന്ന പോലെ ഇങ്ങനെ ആയിപ്പോവും, ഇങ്ങനെ ഫോൺ നോക്കിയിട്ടേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറായത് ഇതൊക്കെ വെച്ചിട്ടാണ്. കുക്കുംബറും ബെസ്റ്റാണ്, പക്ഷെങ്കിൽ അതിനേക്കാട്ടിലേറെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളരിൻ്റെതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ഇപ്പോൾ ഈ മൊബൈൽ കാലഘട്ടത്തിൽ, ഈ യുഗത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് മൊബൈൽ അല്ലേ. ആസ് എ യൂട്യൂബർ എന്ന നിലയിൽ എനിക്കിത് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന്ന് എൻ്റെ കണ്ണുകൾക്ക് എന്നാണ് ഒരു വിശ്രമം, എൻ്റെ കണ്ണുകൾക്ക് കുറച്ച് സുഖം ഞാൻ എപ്പോഴാണ് കൊടുക്കുന്നത് എന്നെല്ലാം വിചാരിച്ച്, അപ്പോൾ അതിന് ഉള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഞാനിങ്ങനെ കണ്ടുപിടിച്ച് ഒരു സാധനമാണ്. ഞാൻ മാത്രം കണ്ടുപിടിച്ചാൽ ഇത് ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ അടുത്ത്. സത്യം സീരിയസ്ലി എന്നോടൊരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നാണ്. മക്കളെ കൂട്ടിയിട്ട് ഞാൻ പോക്കില്ല, ഇനി അതും പറഞ്ഞിട്ട് വരണ്ട, ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോക്കില്ല കേട്ടോ. മക്കളെ മുടി ഞാനൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടുത്തെ ചേച്ചി പറഞ്ഞതാണ് എന്നോട്,
അവർക്ക് വരെ ഈ ബ്യൂട്ടി പാർലറിൽ നിന്നുകൊണ്ട് കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് കളയുന്നതിനോടൊന്നും വലിയ ഒരു ഇതില്ല. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞെന്ന് മോളെ എങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷെ നല്ല റിസൾട്ടാണ്. പിന്നെ ഞാനും എൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തും. തക്കാളി തേച്ച് കൊടുക്കുക, തക്കാളി മുറിച്ചിട്ട് തേച്ച് കൊടുക്കുക, അതൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ. അല്ലാണ്ടുള്ള കെമിക്കലായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ട് തേക്കൽ അതിനോടൊന്നും വലിയൊരു ഇതില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. ഇനി വേറൊന്നുമില്ലല്ലോ, നമ്മളെ ഒറിജിനൽ വെള്ളരിയെല്ലാം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതിനെ കൊണ്ട് ഒന്നുമില്ലല്ലോ, പച്ചക്കറിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. ഈ ഒരു കംപ്ലൈൻറ്റ് എല്ലാവർക്കും ഉണ്ട്. കണ്ണിന് മൊബൈൽ നോക്കിയിട്ട് കണ്ണിന് അസുഖം വരുന്നവർ കുറച്ച് പേരുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒഴിവു സമയങ്ങളിൽ ഒഴിവു വേളകളിൽ മാത്രമാണ് ചെയ്യാറ്. ഇനി റെഗുലറായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ, കണ്ണിന് വ്യത്യാസമല്ലേ? അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടും, ഹെൽപ്ഫുള്ളാവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് നോക്കുക. വട്ടാണോ എന്ന് ചോദിക്കണ്ട, വട്ടൊന്നുമല്ല ഇത്. ഞാൻ പെട്ടെന്ന് ചേച്ചി വിളിച്ചപ്പോൾ ആ ചേച്ചീൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ചേച്ചി പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇനി ഇതിൻ്റെ പിറകെ എന്നെ ട്രോളാനൊന്നും നിൽക്കല്ലേ, നിങ്ങൾക്ക് നല്ലത് മാത്രം പറഞ്ഞു തന്നാണ് ഞാൻ. അപ്പോൾ ഓക്കെ, ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്, ജോലി തിരക്കിനിടയിൽ വന്നതാണ് ഞാൻ. ഓക്കെ.